in the Mbappe, who steps up and rolls the ball into the back of the net. ഈ ലോകകപ്പിലെ ഏറ്റവും അപകടകാരികളായ ആക്രമണ നിരയെ പ്രതിരോധ പൂട്ടിട്ട് തളച്ചു. ഒന്നും രണ്ടുമല്ല, 70 മിനിറ്റ് ഗോൾ അടിപ്പിക്കാതെ കിലിയൻ എംബാപ്പയെ ഉൾപ്പെടെ പൂട്ടിയിട്ട പാരഗ്വായ് തന്ത്രം. ഒടുവിൽ ഒരു പെനാൽറ്റി ഗോളിന്റെ ആനുകൂല്യത്തിൽ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക്. ഇനി 2022 ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പോരാടിയ മൊറോക്കോയുമായാണ് ഇത്തവണ ഫ്രാൻസ് ഏറ്റുമുട്ടുക. ഫ്രാൻസിന് പോരാട്ടം കടുക്കുമെന്ന ഉറപ്പാണ്. പാരഗ്വായ്ക്കെതിരെ പെനാൽറ്റി ഗോളോടെ കിലിയൻ എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 19 ലയോണൽ മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്താൻ താരത്തിന് ഇനി വേണ്ടത് ഒരു ഗോൾ മാത്രം. ഈ ലോകകപ്പിലെ ഗോൾ സ്കോറർമാരിൽ 7 ഗോളുകൾ വീതം നേടി മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പമാണ്. അസിസ്റ്റുകളുടെ കൂടി എണ്ണം നോക്കിയാൽ എംബാപ്പയാണ് മുന്നിൽ. ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും 3 അതിൽ കൂടുതലോ ഗോൾ അടിച്ചിട്ടുള്ള ടീമാണ് ഫ്രാൻസ്. തീർച്ചയായും പാരഗ്വായ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ മഴ തന്നെ ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ ഫ്രാൻസ് ഒന്നിനു പിറകെ ഒന്നായി ആക്രമണങ്ങൾ നയിച്ചപ്പോഴും ആദ്യ പകുതിയിൽ പാരഗ്വായ് ഗോൾ വഴങ്ങിയില്ല. മത്സരത്തിന്റെ ആദ്യ 5 മിനിറ്റുകളിൽ തന്നെ ഫ്രാൻസ് മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. മത്സരം 20 മിനിറ്റുകൾ പിന്നിടുമ്പോൾ 70% ബോൾ പൊസഷനുമായി ഫ്രാൻസിന് ആധിപത്യമുണ്ടായിരുന്നു. എന്നാൽ പ്രതിരോധത്തിന് കരുത്തുകൂട്ടി പരമാവധി ഗോൾ വഴങ്ങാതിരിക്കുക എന്നതായിരുന്നു പാരഗ്വായുടെ തന്ത്രം. 22-ാം മിനിറ്റിൽ മനു കോനയുടെ ഷോട്ട് പോസ്റ്റിന് ഭീഷണിയാകാതെ കടന്നുപോയി. 28-ാം മിനിറ്റിൽ പാരഗ്വായ്ക്കു വേണ്ടി ഡിയേഗോ ഗോമസിന്റെ ശ്രമവും ഫലം കണ്ടില്ല. 33-ാം മിനിറ്റിൽ ഫ്രഞ്ച് മിഡ്ഫീൽഡർ അഡ്രിയൻ റബിയോട്ടിന്റെ ലോങ് റേഞ്ചറും ലക്ഷ്യം തൊട്ടില്ല. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റ് വരെ ഗോൾ അടിപ്പിക്കാതെ കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് താരങ്ങളെ പിടിച്ചു നിർത്താൻ പാരഗ്വായ് പ്രതിരോധ നിരയ്ക്ക് സാധിച്ചു. 61-ാം മിനിറ്റിൽ ഫ്രാൻസ് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കി. ബ്രാഡ്ലി ബാർക്കോളയെ പിൻവലിച്ച ഫ്രാൻസ് ഡെസിറെ ഡുവോയെ കളത്തിലിറക്കി. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഫ്രാൻസിന് ഗോളിലേക്കുള്ള വഴി തുറന്നത്. 66-ാം മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിറെ ഡുവോയെ പാരഗ്വായ് താരം ഡിയേഗോ ഗോമസ് വീഴ്ത്തിയതിന് വാർ പരിശോധനയ്ക്ക് ശേഷം ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തെത്തിച്ചു. ഫ്രാൻസ് ക്വാർട്ടറിലേക്കും പാരഗ്വായ് പുറത്തേക്കും. ഔനാഹിയുടെ ഇരട്ട ഗോളിൽ കാനഡയെ തകർത്ത മൊറോക്കോയും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനഡയെ മൊറോക്കോ തകർത്തത്. ആദ്യ പകുതിയിൽ കാനഡ ആക്രമിച്ചു കളിച്ചെങ്കിലും ഗോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2-ാം പകുതിയുടെ തുടക്കത്തിൽ 50-ാം മിനിറ്റിൽ തന്നെ മൊറോക്കോ ലീഡ് കണ്ടെത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ സോഫിയാൻ റഹീമി മൊറോക്കോയുടെ ഗോൾ നില മുന്നിലെത്തിച്ചു.